നാട്ടിൽ ഉത്സവങ്ങളും നേർച്ചകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലേ. ഞാനാണെങ്കിൽ നാട്ടിലുമില്ല. അപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോസ് അവൈലബിൾ ആയിട്ടുള്ള വീഡിയോസ് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോയുടെ ഫസ്റ്റ് കുറച്ച് ഭാഗം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പുതിയങ്ങാടി നേർച്ചേനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അതുള്ളത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നിന്നൊക്കെ പിള്ളേരൊക്കെ അയച്ചു തന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോസാണ് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. അതായത് അവസാന ദിവസം ഇന്നലെയാണ് ആന ഇടഞ്ഞിട്ടുള്ളത്. നല്ലോണം വരവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കളർഫുള്ളായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന നേർച്ചേൻ്റെ ഇടയിൽ ഏതോ ഒരുത്തന് തോന്നിയിട്ടുള്ള ലേസർ ലൈറ്റിൻ്റെ അനാവശ്യ ഉപയോഗം കാരണമാണ് ആന അടഞ്ഞിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് കേട്ടോ. അതായത് ആനേൻ്റെ കണ്ണിലോട്ട് ലേസർ ലൈറ്റ് അടിച്ച് ആനനെ ഇറിറ്റേറ്റ് ചെയ്യുക ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ആന ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഒരാളെ തൂക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. ആളുടെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ട്. പോത്തന്നൂരിൽ നിന്ന് വന്നിട്ടുള്ള ആനയാണ് ഇടഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇടഞ്ഞ ആനയാണെങ്കിൽ മറ്റ് 2 ആനകളെ ഉപദ്രവിച്ചിട്ടില്ല. നേരെ ആൾക്കാരുടെ ഫ്രണ്ടിലേക്കാണ് വന്നത്. അതിന് ശേഷമുള്ള ആന വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുമ്പോഴും ഭയങ്കര ശാന്തനായിട്ടാണ് പോകുന്നത്. ബാക്കിയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ ഇതിൽ കണ്ടോളൂ കേട്ടോ. കുറച്ച് നേരമാണെങ്കിലും പുതിയങ്ങാടി മൊത്തത്തിൽ വിറപ്പിച്ച ആളാണ് ഈ പോകുന്നത്. എന്തൊരു ശാന്തനായിട്ടാണ് പോകുന്നത് നോക്കിയേ. അപ്പോഴും കണ്ടില്ലേ ലേസർ ലൈറ്റ് ഏതോ ഒരുത്തൻ ഇങ്ങനെ കണ്ണിലോട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ലപോലെ നടക്കേണ്ട ഒരു പരിപാടിയായിരുന്നു. അത് കോളാക്കാൻ ഓരോരുത്തർ കിട്ടി ഇറങ്ങിക്കോളും അല്ലേ. നേർച്ചയ്ക്ക് പോകുമ്പോൾ ഈ ആനയുടെ പ്രശ്നം മാത്രമല്ല, ഇതുപോലെയുള്ള ചെറിയ കാഴ്ചകളും ഉണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് നോക്കിയും കണ്ടൊക്കെ കയറുക. ഇതുപോലത്തെ അവസ്ഥയൊന്നും ആർക്കും വരാതിരിക്കട്ടെ. നമ്മളുടെ മനസ്സിനൊരു മനസ്സിന് ബലം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കയറുക കേട്ടോ. എനിക്കാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള യന്ത്രങ്ങളിലൊക്കെ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.